റസൂലിന്റെ വഫാത്തിന് ശേഷം വെറും 6 മാസമാണ് ഫാത്തിമ ഈ ലോകത്ത് ജീവിച്ചത്. ആ അരക്കൊല്ലത്തിനിടയിൽ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സ്വകാര്യം ഫാത്തിമ ലോകത്തോട് പറയുന്നത്. ഫാത്തിമ ബീവിക്ക് ലോകം ഇരുണ്ടുപോയി. ഫാത്തിമ ബീവിയുടെ എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചു പോയി. മുഖം വല്ലാതെ വിഷമിച്ചു പോയി. എപ്പോഴും ദുഃഖമാണ്. ഫാത്തിമക്ക് ചിന്ത മാത്രമാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഫാത്തിമ ചോദിച്ചു, മുഹമ്മദ് മുസ്തഫാന്റെ മേലേക്ക് നിങ്ങൾ മണ്ണെറിഞ്ഞുവോ അനസേ? ഫാത്തിമ ചോദിച്ചു റളിയല്ലാഹു തആല അൻഹ, മുഹമ്മദ് മുസ്തഫാന്റെ മേലേക്ക് നിങ്ങൾക്ക് മണ്ണെറിയാൻ എങ്ങനെ ധൈര്യം വന്നു അനസേ? നിങ്ങൾ സത്യത്തിൽ ഖബറടക്കിയോ? നിങ്ങൾക്കതിന് കഴിഞ്ഞോ അനസേ? ആ മേനിയിലേക്ക് മണ്ണെറിയാൻ നിന്റെ കയ്യിൽ നിനക്കെങ്ങനെ മണ്ണെടുക്കാൻ സാധിച്ചടാ അനസേ എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. അങ്ങനെ വെറും 6 മാസം, ദുഃഖത്തിന്റെ 6 മാസം. 6 മാസം തികയുന്നതിന് മുമ്പൊരിക്കൽ അലിയെ വിളിച്ചുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, ഞാൻ നിര്യാണം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യിത്തൊട്ടും താമസിപ്പിക്കരുത്. എനിക്കെന്റെ പിതാവിലേക്ക് പെട്ടെന്ന് പോയി ചേരണം. അതുകൊണ്ട് പെട്ടെന്ന് എന്നെ ഖബറടക്കണം. ഒരു ദിവസം പെട്ടെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമ്മു സൽമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്പം വെള്ളം കരുതി വെക്കണം, ശുദ്ധിയുള്ള വസ്ത്രവും കരുതി വെക്കണം. ലോക ചരിത്രത്തിലെ അനുഗ്രഹീതമായ വഫാത്തെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. കുറച്ചു കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി പോയിട്ട് നന്നായിട്ട് കുളിച്ചു. ആ വസ്ത്രമെടുത്ത് ഫാത്തിമ ബീവി അണിഞ്ഞു. വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി നേരെ പോയിട്ട് കടന്നു. ഖിബിലക്ക് മുഖം തിരിച്ചുകൊണ്ട് കടന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേരുന്നത് ഫാത്തിമ. ആ വാക്ക് പിഴക്കാത്ത വാക്ക്, അത് പുലരേണ്ട പ്രവചനം. അതുകൊണ്ട് ആദ്യത്തെ യാത്ര ചെയ്തുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ യാത്ര പോയി. ഇന്ന് റൗള ഷരീഫിന്റെ പച്ചക്കുപ്പയുടെ അടുത്ത് നിന്ന് അല്പം അങ്ങ് നടന്നു പോയാൽ അവിടെ ബഖീഅ് എന്ന ഖബർസ്ഥാനുണ്ട്. അത് മുഴുവൻ നബിയുടെ കുടുംബത്തിന്റെ ഖബറിടങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പത്നിമാരും സഹാബികളുമാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ധാരാളം മഹത്തുക്കൾ അടങ്ങിയതാണ് ബഖീഇൽ പോകുമ്പോ അവിടുത്തെ മണ്ണ് കാലിന്മേൽ പറ്റുമ്പോ പേടിച്ചു പോകും, വിഷമിച്ചു പോകും. ആരൊക്കെയാണ് കിടക്കുന്നത് അവിടെ? ഇപ്പോഴും ബഖീഇന്റെ അടുത്തേക്ക് കടന്നാൽ, അകത്തേക്ക് പോയാൽ, മുന്നോട്ട് നടന്നു പോകുമ്പോ ഏകദേശം ഇടതുഭാഗത്തായി